ഇതൊരു യാത്രയാണ്, ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അനവധി തീർത്ഥാടകർ എത്തിച്ചേരുന്ന ദേവാലയത്തിൻ്റെ മനോഹരമായ മുൻവശം. പുനർനവീകരിച്ച ഇന്നത്തെ ഈ ദേവാലയത്തിൻ്റെ പുറം കാഴ്ചകൾ വചനാധിഷ്ഠിത ചിത്രീകരണങ്ങളാൽ മനോഹരവും പ്രതീകാത്മകവുമാണ്. ഏറ്റവും മുകളിൽ സകല ജനത്തെയും അനുഗ്രഹിക്കുന്ന ഏകരക്ഷകനായ യേശുവിൻ്റെ തിരുസ്വരൂപം. അതിന് താഴെ ദേവാലയ മധ്യസ്ഥൻ വിശുദ്ധ കസിമീർ ജജിയോയുടെ ഗ്ലാസ് പെയിന്റിംഗ്. മുൻവശത്തെ മംഗളവാർത്തയുടെ ചിത്രീകരണം. ഉയിർപ്പിന്റെ ഭംഗിയാർന്ന ചിത്രീകരണമാണ് വലതുഭാഗം. ഗ്ലാസിൽ തീർത്തിട്ടുള്ള മറ്റ് ചിത്രീകരണങ്ങളും ഏതൊരു തീർത്ഥാടകനെയും ആകർഷിക്കും വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പള്ളിയുടെ മുൻഭാഗം വശങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന ചെറിയ പുൽത്തകിടിയും വശ്യമനോഹരമായ കാഴ്ച. പള്ളിയുടെ പുറംഭാഗം പള്ളിയകത്ത് പ്രവേശിക്കുമ്പോൾ ഒരു വിദേശ രൂപകൽപ്പന പോലെ ലളിതവും വിശ്വാസദീപ്തവുമാണ് മദ്ബഹയുടെ ഡിസൈൻ വർക്ക്. മദ്ബഹയുടെ നടുവിൽ ഈശോയുടെ ക്രൂശിത രൂപം. വലതുഭാഗത്ത് വിശുദ്ധ ഗ്രന്ഥം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമാണ് ഇടതുവശം സക്രാരി. വിജയശ്രീലാളിതനായ കുഞ്ഞാടാണ് നടുവിൽ. മുന്തിരിച്ചെടിയും നെൽക്കതിരും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശധോരണി എന്നിവയും സക്രാരിയുടെ പുറം ഡിസൈനായി ചിത്രീകരിച്ചിരിക്കുന്നത് ഓരോ തീർത്ഥാടകനിലും വിശുദ്ധ ഗ്രന്ഥ സന്ദേശം നൽകും വിധമാണ്. മദ്ബഹയുടെ മുകൾ ഭാഗത്തും കുരിശിന്റെ വ്യത്യസ്തമായ ഒരു ചിത്രീകരണം കാണാം. ഓരോ ബലിയർപ്പണവും ഓരോ വിശ്വാസിക്കും നവജീവൻ നൽകുമ്പോൾ ബലിയർപ്പണ വേദിയാകുന്ന അൾത്താര മനോഹരമായ ഒരു കാസയുടെ രൂപത്തിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു.
പ്രാർത്ഥിക്കണമേ നീ, പ്രാർത്ഥിക്കണമെന്നും വരമാരി ചൊരിയണമേ പുണ്യവാനേ. കടവൂരിൽ വാഴുന്ന പുണ്യവാനേ, അടിയങ്ങൾ ഞങ്ങൾക്ക് പുണ്യം തരാൻ പ്രാർത്ഥിക്കണമേ നീ, പ്രാർത്ഥിക്കണമെന്നും വരമാരി ചൊരിയണമേ പുണ്യവാനേ. പള്ളിയകത്ത് സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ കസിമീർ ജജിയോയുടെ തിരുശേഷിപ്പ് നിരവധി പേർ പ്രാർത്ഥനാപൂർവം തങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ വിശുദ്ധന്റെ പക്കൽ സമർപ്പിക്കുന്നത് ഇവിടെ ഞാൻ കണ്ടു. (1458) ഒക്ടോബർ 28 പോളണ്ടിലെ രാജകുമാരനായ കസിമീർ ജജിയോ ജനിച്ചത്. യുവാവായിരിക്കെ രോഗാതുരനായ കസിമീർ സർവവും ദൈവത്തിലർപ്പിച്ച് സാധുജന സംരക്ഷണത്തിൽ വ്യാപൃതനായി. 1484 മാർച്ച് 4 25-ാമത്തെ വയസ്സിൽ മരിച്ച കസിമീർ ജജിയോ പിന്നീട് വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് കടന്നുവരികയായിരുന്നു. ക്ലമന്റ് മൂന്നാമൻ മാർപ്പാപ്പ 1602 വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ദേവാലയത്തിന്റെ പുറംഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധന്റെ ജീവചരിത്രം അഷ്ടമുടിക്കായലിൽ നിന്നും ഒഴുകിയെത്തുന്ന നേർത്ത തണുത്ത കാറ്റിൽ പുളകിതമായി നിലകൊള്ളുന്ന ഈ സെന്റ് കസിമീർ പള്ളിയുടെ ചരിത്രം നൂറ്റാണ്ടിന്റെ ചരിത്ര പാരമ്പര്യം വെളിപ്പെടുത്തുന്നതാണ്. ആദ്യകാലത്ത് വിശുദ്ധ കസിമീറിന്റെ നാമത്തിലുള്ള ഈ പള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല. കൊല്ലം രൂപതയുടെ ആദ്യ ബിഷപ്പ് ജോർദാനൂസ് കത്തലാനി വിശുദ്ധ ജോർജിന്റെ നാമത്തിൽ തേവള്ളിയിൽ ഒരു ദേവാലയം സ്ഥാപിച്ചിരുന്നതായി വത്തിക്കാനിലെ രേഖകളിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ജോർജിനോടുള്ള ഭക്തി കൊല്ലത്ത് അതിശക്തമായിരുന്നുവെന്ന് ചില പുരാതന രേഖകളും സൂചിപ്പിക്കുന്നുണ്ട്. രൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഇടവകയാണ് കടവൂർ ഇടവക. വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളാണ് തീർത്ഥാടന തിരുനാളായി നമ്മൾ ആഘോഷിക്കുന്നത്. വളരെ വിപുലമായ ഒരുക്കത്തോടുകൂടി കേരളത്തിൽ നിന്നും കന്യാകുമാരി, തക്കല, നാഗർകോവിൽ, മാർത്താണ്ഡം ഇവിടെ നിന്നുമുള്ള തമിഴ് വിശ്വാസികളും ഒഴുകിയെത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കടവൂർ സെന്റ് കസിമീർ ദേവാലയം എന്ന് പറയുന്നത്. കസിമീർ ജജിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ പള്ളിക്ക് അനേക വർഷങ്ങളുടെ ചരിത്രം പറയാനായിട്ടുണ്ട്. നമുക്കറിയാം, വിശ്വാസ തീക്ഷ്ണം നിറഞ്ഞിരിക്കുന്ന പരമ്പരാഗതമായ ഒരു ഇടവകയാണ് കടവൂർ. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അഷ്ടമുടിക്കായലിൻ്റെ തീരവും. ഇവിടെ നമുക്ക് വ്യത്യസ്തരായിട്ടുള്ള ആളുകളുണ്ട്, എങ്കിൽ തന്നെയും വളരെ ഐക്യത്തോടും സ്നേഹത്തോടും കൂടി കടന്നു പോകുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെയധികം ആത്മാർത്ഥമായി സഹകരിക്കാൻ സാധിക്കുന്ന, ഒരുപാട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകളുള്ള ഒരു ഇടവകയാണ് കടവൂർ ഇടവക. വൈദികരെയും സന്യസ്തരെയും ഒക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അവരോട് ഒത്തു പ്രവർത്തിക്കാനായിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു ഇടവക സമൂഹമാണ് നമുക്കിവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇടവക ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. (1502) കൊല്ലത്തെത്തിയ പോർട്ടുഗീസുകാർ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പുതിയ മാനം നൽകി ആരാധനാവശ്യങ്ങൾക്കായി അവർ ആദ്യം ഒരു കുരിശു സ്ഥാപിച്ചുവെന്നാണ് ചരിത്രം. 1502 പോർച്ചുഗീസുകാർ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കുരിശ് നമുക്ക് ദേവാലയത്തിൻ്റെ പിൻഭാഗത്തുണ്ട്. വിശ്വാസികൾ അതിനെ അത്ഭുത കുരിശെന്നും കുരിയച്ചൻ എന്നും വിളിച്ച് അതിനെ വണങ്ങാറുണ്ട്.
വെള്ളിയാഴ്ചകളിൽ വലിയ തിരക്ക് ഈ കുരിശിൻ ചുവട്ടിലേക്ക് കടന്നു വരാറുണ്ട്. അവിടെ പ്രാർത്ഥിക്കുവാനും അതുപോലെ മെഴുകുതിരി കത്തിക്കാനും ഉപ്പ് നേർച്ച സമർപ്പിക്കാനും ഒക്കെ ആയിട്ട് ആളുകൾ കടന്നു വരാറുണ്ട്. ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ കുരിശിൻ്റെ അനുഗ്രഹത്തോട് ലഭിച്ചതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മുത്തപ്പൻ കുരിശ് എന്നറിയപ്പെടുന്ന ഈ കുരിശ് ഇന്നത്തെ പള്ളിയുടെ പിന്നിലാണ് ഇപ്പോഴുള്ളത്. വലിയ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെയാണ് ഓരോ മനുഷ്യനും ഈ കുരിശിനെ സമീപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. തിരുനാൾ പോലുള്ള അവസരങ്ങളിൽ വലിയ തീർത്ഥാടക പ്രവാഹമാണ് ഈ കുരിശിൻ ചുവട്ടിലേക്ക്. തങ്ങളുടെ മനസ്സിലെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ഈ കുരിശിൻ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് കുരിശിൻ്റെ ചുവട്ടിലെ ഭിത്തിയിൽ വിരൽ കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ എഴുതിയാൽ അത് തങ്ങളുടെ ജീവിതത്തിൽ നന്മയായി ലഭിക്കുമെന്ന ഒരു വലിയ വിശ്വാസവും ഇവിടെ നിലവിലുണ്ട്. ആ വിശ്വാസത്തോടെ ഭിത്തിയിൽ വിരൽ കൊണ്ടെഴുതി പ്രാർത്ഥിക്കുന്നവരെയും ഇവിടെ ഞാൻ കണ്ടു. കുരിശാണല്ലോ ശക്തി, കുരിശിലാണല്ലോ രക്ഷ, കുരിശേ നമിക്കുന്നു നിന്നെ. അതുകൊണ്ടുതന്നെ കടവൂരിലെ ഈ കുരിശിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ്. ഈ കുരിശിനോട് ചേർന്നാണ് ദേവാലയത്തിനകത്ത് കൈകളിൽ ഉണ്ണിയെയും വഹിച്ചു നിൽക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ പൂർണ്ണകായ രൂപം. സാരി ധരിപ്പിച്ചാണ് ഈ രൂപം അലങ്കരിച്ചിരിക്കുന്നത്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും ബാലനായ യേശുവിൻ്റെയും തിരുസ്വരൂപം. പള്ളിയകത്തെ കുരിശിൻ്റെ വഴിയുടെ ചിത്രീകരണവും മനോഹരവും ഭക്തിസാന്ദ്രവുമാണ്. വാതിലുകളുടെ മുകൾ ഭാഗത്തെ ഗ്ലാസ് വർക്കുകളും ദേവാലയത്തെ കാഴ്ചയുടെ തലത്തിൽ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. തിരുവത്താഴത്തിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞ ഈ പെയിന്റിംഗ് സ്ഥാപിച്ചിരിക്കുന്നത് മദ്ബഹയ്ക്ക് അഭിമുഖമായി ദേവാലയത്തിൻ്റെ മുൻവശത്തെ ബാൽക്കണി ഭാഗത്താണ്. കടവൂരിലെ ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്ന ഓരോ വിശ്വാസിക്കും തീർത്ഥാടകനും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വായനകൾക്കും മറ്റും വ്യക്തത നൽകുന്നതിനായി ഒരുക്കിയിട്ടുള്ള വെളിച്ചവിന്യാസവും കൂടുതൽ മികവുറ്റതാണ്. വിശുദ്ധ കസിമീർ ജജിയോയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഇടവക സമൂഹവും ഉദാരമതികളായ നിരവധി വ്യക്തികളും നിർലോഭമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെന്ന് ഇവിടുത്തെ ചരിത്രം വ്യക്തമാക്കുന്നു. ഈ ദേവാലയത്തിന് വീണ്ടും 1962 അതിൻ്റെ 2 വിങ്ങുകൾ എക്സ്റ്റെൻഡ് ചെയ്യുകയും തുടർന്ന് 1970
93 ഈ ദേവാലയം പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു. 1393 നിർമ്മിച്ച ദേവാലയത്തിൻ്റെ കുദാശകർമ്മം അഭിമന്യ ജോസഫ് ജി ഫെർണാണ്ടസ് തിരുമനസാണ് നിർവഹിച്ചിട്ടുള്ളത്. വീണ്ടും ഈ ദേവാലയത്തിൻ്റെ മനോഹാരിത കൂട്ടുന്നതിന് വേണ്ടി 2013 ഈ ദേവാലയം പുനർനിർമ്മിക്കുകയും നവീകരിക്കുകയും ഇന്ന് ദൃശ്യമാകുന്ന ഈ മനോഹരമായ ദേവാലയം നിലവിൽ വരികയും ചെയ്തു. ആരെയും ആകർഷിക്കും വിധം നവീനമായ കലാവിരുതോടെ പുനരുദ്ധരിക്കപ്പെട്ട ഈ ദേവാലയത്തിൻ്റെ ആശീർവാദകർമ്മം നിർവഹിച്ചത് കൊല്ലം രൂപതയുടെ അഭിവന്യ പിതാവ് സ്റ്റാൻലി റോമൻ. പള്ളിയുടെ ചരിത്രം വിവരിക്കുന്ന നാൾവഴി പ്രവേശന കവാടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകനും നൽകുന്നത് ദേവാലയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. പള്ളിയുടെ മുൻവശം സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ വളരെ വ്യത്യസ്തമായ ഒരു രൂപം, വിശുദ്ധ കസിമീർ ജജിയോയുടെ രൂപം, വിശുദ്ധ കസിമീർ ജജിയോയുടെ നാമത്തിൽ സ്ഥാപിതമായതും വിശുദ്ധന്റെ തിരുശേഷിപ്പ് ഉള്ളതുമായ ഭാരതത്തിലെ ഒരേ ഒരു ദേവാലയമായ ഈ കടവൂർ പള്ളിയിൽ ദൈവകൃപയുടെ നിറസാന്നിധ്യത്തിൽ അത്ഭുത രോഗശാന്തികളും ആന്തരിക സൗഖ്യങ്ങളും ഭൗതികമായ അനേകം ദാനങ്ങളും വിശ്വാസികൾക്ക് ലഭിക്കുന്നുവെന്ന് ഇവിടെ നിന്ന് ഞാനും തിരിച്ചറിയുന്നു. കടവൂർ കിഴക്കേക്കര മുട്ടത്തുമൂല വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ നാമത്തിലുള്ള ഈ പള്ളി കടവൂർ പള്ളിയുടെ സബ്സ്റ്റേഷൻ. ഈ പ്രദേശവാസികളുടെ ആത്മീയ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് സൗകര്യപ്രദമായി ഈ പള്ളി നിർമ്മിച്ചത് ബഹുമാനപ്പെട്ട സിറിൽ മേത്ത അച്ഛൻ വികാരിയായിരുന്ന കാലത്താണ്. 1963 ഒക്ടോബർ 1 ഈ പള്ളിയുടെ കൂദാശാകർമ്മം നിർവഹിച്ചത് അഭിവന്യ ജെറോം ഫെർണാണ്ടസ് പിതാവാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ തെങ്ങുവിളയിൽ വർക്കി ഫെർണാണ്ടസിനെയും മറ്റു വ്യക്തികളെയും ഇടവക സമൂഹം ഇന്നും കൃതജ്ഞതയോടെ ഓർക്കുന്നു. ലിറ്റിൽ ഫ്ലവർ പള്ളിയോട് ചേർന്നുള്ള കൈകെട്ടിയ ഈശോയുടെ ഈ കുരിശടി 1997 മോൺസിഞ്ഞൂർ മാർഷൽ പാലിയത്ത് വികാരിയായിരിക്കുമ്പോൾ കമ്പനിക്കട അല്ലേസ് നസറത്താണ് നിർമ്മിച്ചു നൽകിയത്. ദേവാലയത്തിൻ്റെ പിൻവശത്ത് അഷ്ടമുടിക്കായലിനോട് ചേർന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കപ്പേളയും വെയിറ്റിംഗ് ഷെഡും. എന്തുകൊണ്ടും നമുക്ക് ആഘോഷവും ആധ്യാത്മികയും ഒരു സമ്മേളിക്കുന്ന ഇടവകയാണ് കടവൂർ എന്ന് പറയുന്നത്. ഭക്തസംഘടന പ്രവർത്തനമായാലും മറ്റെല്ലാ മേഖലയിലും കുടുംബ യൂണിറ്റുകളായാലും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഇടവക. അതോടൊപ്പം തന്നെ വിസിറ്റേഷൻ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം അത് വലിയ ദൈവകൃപയാണ്.
അവരുടെ വലിയ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും ഇടവകയ്ക്ക് ഒരുപാട് മാറ്റം കൂട്ടുന്നുണ്ട്. ദൈവവിളി ഇടവകയിൽ നമുക്ക് അനേകമുണ്ട്. വൈദികരായിട്ട് ഏതാണ്ട് 3ഓളം വൈദികർ ഇപ്പോൾ ഈ രൂപതയിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ സന്യാസഭയിൽ വൈദികരുണ്ട്. സിസ്റ്റേഴ്സ് വളരെ കൂടുതലുള്ള ഒരു ഇടവകയാണ് കടവൂർ. കാരണം വിസിറ്റേഷൻ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം ഈ ഇടവകയിൽ നിന്നും ഒരുപാട് സിസ്റ്റേഴ്സിനെ ആ സഭയ്ക്ക് നൽകുവാനായിട്ട് കടവൂർ ഇടവകയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൻ്റെ വലിയ ഭാവമായി ദൈവവിളിയും ഇവിടെ നിൽക്കുന്നു. അത് പ്രോത്സാഹിപ്പിക്കുവാനായി മാതാപിതാക്കളും മറ്റെല്ലാവരും അതിന് തയ്യാറാണ് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വിശ്വാസത്തിനു വേണ്ടി സഹിക്കാനും യാതനകൾ അനുഭവിക്കാനും മരിക്കാനും തയ്യാറായ വിശുദ്ധ കസിമീർ ജജിയോയുടെ നാമത്തിലുള്ള ഈ ദേവാലയം കൂടുതൽ ഉന്നതിയിലേക്ക് വളരുന്നതിന് ഇടവക കുടുംബ കൂട്ടായ്മകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇടവക സമൂഹത്തിൻ്റെയും തീർത്ഥാടകരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ട്രസ്റ്റി ഓഫീസുകളും മറ്റും സ്ഥിതി ചെയ്യുന്ന പള്ളിമേട വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിൽ പങ്കെടുക്കുന്നതിന് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കടവൂർ പള്ളിയിലേക്ക് അനേകായിരങ്ങൾ വന്നു ചേരുന്നത് വിശുദ്ധനിലുള്ള വലിയ വിശ്വാസം കൊണ്ടാണെന്നും ഇവിടെ ഞാൻ തിരിച്ചറിയുന്നു. തിരുനാളിനെത്തുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ച ഭക്ഷണം നൽകുന്നതും കടവൂർ തിരുനാളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏറെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ വർഷം നമുക്ക് വളരെ വലിയ ജനസാഗരം തന്നെയായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ വർഷം കഴിയും തോറും ഈ ഇടവകയിൽ സ്ഥാപിതമായിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെ കുരിശടി വളരെയധികം ആളുകൾക്ക് ആശ്വാസം പകരുന്ന, സൗഖ്യം പകരുന്ന ഒരു താവളമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഉള്ള മറ്റു ചെറിയ തിരുനാളുകൾ നമുക്കുണ്ട്. അത് മാതാവിൻ്റെ ആയാലും ഔസേപ്പിതാവിൻ്റെ ആയാലും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആയാലും ഒക്കെ അതെല്ലാം നമ്മൾ വളരെ ഭക്തിയോടുകൂടി ആധ്യാത്മികതയോടുകൂടി നമ്മൾ ആഘോഷിക്കും. ധീരനാം രക്തസാക്ഷി ഗീവർഗീസേ, നിത്യവും ഞങ്ങളെ കാത്തിടേണേ. ഞങ്ങൾ തൻ നൊമ്പരങ്ങൾ സർവ്വതും ഏറ്റുവാങ്ങി ക്രിസ്തുവിന്റെ സന്നിധാനെ അർപ്പിച്ചിടണേ. ധീരനാം രക്തസാക്ഷി ഗീവർഗീസേ, നിത്യവും ഞങ്ങളെ കാത്തിടേണേ. ഞങ്ങൾ തൻ നൊമ്പരങ്ങൾ സർവ്വതും ഏറ്റുവാങ്ങി ക്രിസ്തുവിന്റെ സന്നിധാനെ അർപ്പിച്ചിടണേ. പുണ്യവാനേ ഗീവർഗീസേ, ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണേ. പുണ്യവാനേ ഗീവർഗീസേ, ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണേ. വിശുദ്ധ കസിമീർ ജജിയോയുടെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും മധ്യസ്ഥം നിറഞ്ഞു നിൽക്കുന്ന ഈ കടവൂർ പള്ളിയുടെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വിശുദ്ധരുടെ അനുഗ്രഹവും മാധ്യസ്ഥവും ഓരോ പ്രേക്ഷകനും ആശംസിച്ച് ഞാൻ യാത്ര തുടരുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ദേവാലയങ്ങളിലൂടെ. നിങ്ങളുടെ ദേവാലയങ്ങളെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് വിളിക്കേണ്ട നമ്പർ 0480 2700 893 860 642 0099.